അപ്പൊ ആ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന ദിക്റുകൾ, അതാണ് എന്റെ സുന്നത്ത്. സുന്നത്താണ് എല്ലാ ദിക്റുകളും. അപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നമുക്ക് പറയുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരുന്നത്? അള്ളാഹുവിനെ ഓർമ്മ വരുന്നത്, അള്ളാഹുവിനെ ഓർമ്മ. ഈ ദിക്ർ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സന്ദർഭങ്ങളിൽ ചൊല്ലുന്ന ദിക്റുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോ, ബാത്റൂമിൽ പോകുമ്പോ, വസ്ത്രം മാറുമ്പോ, അങ്ങനെ പള്ളിയിൽ പോകുമ്പോ, ഇങ്ങനെയൊക്കെ ദിക്റുകളുണ്ട്. പിന്നെ ദിക്റുണ്ട് നമ്മൾ അല്ലാതെ ഇങ്ങനെ മാലയൊക്കെ എടുത്ത് ചൊല്ലൂലേ, അങ്ങനെ ദിക്ർ. അങ്ങനെ ദിക്ർ പതിവുള്ള ആളുകൾ നിങ്ങൾ കൈകൊണ്ടിരിക്കുകയാണ്. വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ് ദിക്ർ പതിവായ ദിക്ർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ കുറച്ച് ദിക്റെങ്കിലും ഇന്നത്തെ ക്ലാസ് കുറച്ച് ദിക്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു മക്ക മദീന വിടുന്നതിന് മുമ്പ് പതിവാക്കി തന്നു. കുറച്ച് മതി. ഒരു രാവിലെയും വൈകുന്നേരം ഒരു 3 ദിക്റെങ്കിലും പതിവാക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സുന്നത്താണ് ദിക്റുകൾ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സുന്നത്താണ് സ്വലാത്തുകൾ. ദിക്റും നമ്മൾ ആ മജ്‌ലിസിന് കൊണ്ട് പോകുമ്പോ അല്ലെങ്കിൽ പള്ളിയിലത്തെ പരിപാടിക്ക് അങ്ങനെ മാത്രം ദിക്ർ ചൊല്ലേണ്ടവരല്ല നമ്മൾ. ഞാൻ ഖുർആനിലെ ആയത്തുകൾ കേൾപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മുനാഫിക്കീങ്ങളെ കുറിച്ച്. ആരെ കുറിച്ച്? ആരെ മുനാഫിക്കീങ്ങളറിയോ? നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ. അവരെ കുറിച്ച് പറഞ്ഞു, അവര് ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, ഒരു കുറച്ചേ ദിക്ർ ചൊല്ലുള്ളൂ. അത് ശ്രദ്ധിച്ചില്ല. നരകത്തിലെ ഏറ്റവും അടിത്തട്ടുള്ള മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവര് കുറച്ചേ ദിക്ർ തീരെ ചൊല്ലൂലെന്നല്ല. ഒന്നും മനസ്സിലായില്ല. ഒന്നുകൂടി പറയാം. നരകത്തിൽ പോകുന്ന മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറയാ ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവര് കുറച്ചേ ദിക്ർ ചൊല്ലുള്ളൂ. അപ്പൊ ഈ കുറച്ച് ദിക്ർ ചൊല്ലുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? ഖുർആനുണ്ട്, എന്താ പറയല്ലോ. ഈ മുഅ്മിനീങ്ങളോട് എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണില്ലേ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളം ദിക്ർ ചൊല്ലണം, ധാരാളം നിസ്കരിക്കണം എന്നൊരായത്ത് ഞാൻ ഖുർആനിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കാണാനെങ്കിൽ കാണിച്ചത് അല്ല. ധാരാളം സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. യാ ഇന്നല്ലാഹ മലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലം. അവിടെ പോലും ധാരാളം എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പിന്റെ അടുത്ത് ധാരാളം നോമ്പ് പറ്റി ഉംറ ധാരാളം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് പറഞ്ഞിട്ടുണ്ട്? ദിക്ർ ചൊല്ലുന്നവർക്ക് ധാരാളം ചൊല്ലാം. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി എപ്പോഴും നനച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ദിക്റും സ്വലാത്തും ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആ ദിക്റിന് പതിവായി ഒരു ദിക്ർ നമുക്ക് പതിവായി കിട്ടിയ പിന്നെ നമുക്ക് ഒന്ന് ദിക്റും പതിവായി കിട്ടിയ സങ്കടങ്ങളൊക്കെ തീരും. കുറെ വിഷമങ്ങളിലായിരിക്കും നമ്മൾ ജീവിക്കും. ഒരു കൃത്യമായ അളവിൽ ദിക്ർ പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദിക്ർ പതിവാക്കേണ്ട ദിക്ർ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.